Good morning. Today going to talk about present value index method or benefit cost ratio. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ മെത്തേഡ്സിലത്തെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിൽ വരുന്ന ഒരു ഭാഗമാണ്. അത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൻ്റെ താഴെയായിട്ട് നോട്ടിലുള്ള ഒരു ഭാഗമാണ് പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് എക്സസ് പ്രസൻറ്റ്, അതിൻ്റെ ഫോർമുല ഇതാണ്: എക്സസ് പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നതാണ്. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്കിൽ NPV കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ NPV ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ളത്. നോർമലി നമുക്ക് പ്രോബ്ലത്തിൽ സംടൈംസ് NPV ആയിട്ട് തന്നിട്ടുണ്ടാവും. നമുക്ക് പേജ് നമ്പർ 53 ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ കമ്പനി ഹാസ് 7 കോർ അവൈലബിൾ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ഓപ്ഷൻസ് ഹാസ് ഫൗണ്ട് 4 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഗിവൺ ബിലോ ഹാസ് പോസിറ്റീവ് NPV. ഓൾ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഡിവിസബിൾ. അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഷുഡ് ബി സെലക്ട്. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലോസ് വരുമ്പോൾ, അതായത് നമ്മൾ മുൻപ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും IRR കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ഇനീഷ്യൽ ഔട്ട്ലേ ആയിരുന്നു. ഒരേ എമൗണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് പ്രോഫിറ്റബിൾ എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുക, അതാണ് ഇവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ 2-3 ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുക അതിനനുസരിച്ച് റാങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ XYZ W എന്ന് പറഞ്ഞിട്ടുള്ള 4 പ്രൊജക്റ്റുകൾ, ഒരെണ്ണത്തിൻ്റെ 3 ലാഖാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 2 ലാഖ്, 2.5, 6. അതിൻ്റെയൊക്കെ NPV തന്നിട്ടുണ്ട് 0.6, 0.5, 1.5, 1.8. നമ്മൾ പറയും വണ്ണിനേക്കാളും കൂടുതലുള്ളത്, അതായത് പോസിറ്റീവ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ളതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് എന്താണ്, നമ്മുടെ പ്രൊജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന ഏതാണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ: NPV ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 0.6 ഡിവൈഡഡ് ബൈ 3 0.2 ആണ് കിട്ടുക. അതുപോലെ തന്നെ 0.5 ഡിവൈഡഡ് ബൈ 2 0.25 ആണ് കിട്ടുക. 1.5 ഡിവൈഡഡ് ബൈ 2.5 0.6 ആണ് കിട്ടുക. 1.8 ഡിവൈഡഡ് ബൈ 6 0.3 ആണ് കിട്ടുക. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, റാങ്ക് ചെയ്യും പ്രൊജക്റ്റിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 0.6 ആണ്, അത് Z ആണ്. പിന്നെ 0.3 അത് W ആണ്. 0.25 അത് Y ആണ്. 0.2 X ആണ്. അതായത് പോയിന്റിന് ശേഷമുള്ള വലിയ വലിയ സംഖ്യകൾ. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പ്രൊജക്റ്റ് Z ആണ്. പിന്നെ വരുന്നത് 3WYX. അപ്പോൾ നമ്മുടെ കയ്യിൽ 7 കോറാണ് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ ആദ്യം മെൻഷൻ ചെയ്തിരുന്നത്. കമ്പനി ഹാസ് 7 കോർ അവൈലബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, 7 കോടിയാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ Z-ൽ 2 കോറേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തത് W കൂടി നമുക്ക് ചെയ്യാം. W ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. 2.5 കഴിഞ്ഞിട്ട് 7-ൽ ബാക്കി എത്രയുണ്ടോ അതാണ് 3.5 വരെ വരും. അപ്പോൾ Wൻ്റെ ഒരു പകുതി ഭാഗം കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് ആ പ്രൊജക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് PV റേഷ്യോ, PI റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 3 പേരിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ NPV വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എക്സസ് പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുക, NPV ബൈ ഔട്ട്ലേ, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ എന്നാണ് നമ്മൾ സാധാരണ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.